അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 229 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. فإن طلقها ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള പോ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ഫഇൻ ത്വല്ലഖഹ എന്ന് ഓതരുത്. ഫഇൻ ത്വല്ലഖഹ നൂനിനെ മറച്ചു വെക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. വ ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്റർ ആണല്ലോ, അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഹ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഫലാ തഹില്ലു ലഹു ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഹ കൂടെ വാവ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടി കൊടുക്കുക കേട്ടോ. മിൻ ബഅദു ഹത്താ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ലാബിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ബാ വന്നു. നൂൻ സാക്കിനയെ മീമാക്കി മാറ്റിമറിച്ച ഉണ്ണയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ നൂനിൻ്റെ സൗണ്ടിനെ കേൾക്കുകയേ ഇല്ല, മീമാക്കി മാറ്റിമറിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ ഉണ്ണ കൊടുക്കും ചെയ്യുക കേട്ടോ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. നൂനിൻ്റെ കൂടെ താഴോട്ടുള്ളൊരു മീമിനെ കാണാനുണ്ടല്ലോ, ഇതാണ് ഇഖ്ലാബിൻ്റെ മീം. അപ്പോൾ നൂനിൻ്റെ സൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, മീമാക്കിയിട്ട് കൊടുക്കും ചെയ്യുക, ഉണ്ണ കൊടുക്കും ചെയ്യുക കേട്ടോ. അയിൻ കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള കാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ ഫുള്ളായിട്ട് കേൾപ്പിക്കാതെ ഒന്ന് മറച്ചു വെക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. സൗജൻ ഗൈറഹ് സൈയുടെ സൗണ്ടിന് ഇതൊരു തേനീച്ചയുടെ മൂളൽ പോലെയുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. സൗജൻ ഗൈറഹ് ജിമിന് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഗൈന് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക. ഇദ്ഹാർ ചെയ്യുക കേട്ടോ, വ്യക്തമാക്കി മണിക്കാതെ ഓതുക. ഗൈൻ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അപ്പോൾ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. റോ ഫതഹ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. സൗജൻ ഗൈറഹ് അതുപോലെ വഖഫ് ചെയ്യാം. ഉച്ചരിക്കുമ്പോൾ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള പോ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. പോ ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്, അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഫലാ ജുനാഹ അലൈഹിമാ ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ജുനാഹ അലൈഹിമാ ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. അയനിൻ്റെ സൗണ്ടും തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈഹിമ എന്നൊന്നും ഓതി പോവാതെ നോക്കുക കേട്ടോ. അലൈഹിമ മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അയനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിൽ 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. വോ ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്, അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്റർ ആയിട്ടുള്ള വാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക.
അതുപോലെ ഓതുക കേട്ടോ. നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്, അഖ്മൽ ഒന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിൽ 2 4 കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യാം കേട്ടോ. യുഖീമ ഹുദൂദല്ലാഹ്. ഖാഫിൻ്റെ കൂടെ യാമത് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, പക്ഷേ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാവിൻ്റെ മുഴുവൻ നാവിൻ്റെ ബാക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹുദൂദല്ലാഹ്. അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. ദാലിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നിൽ അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി വഖഫ് ചെയ്യുമ്പോൾ നമ്മളവിടെ മദ് ആര് സുക്കൂനായിട്ട് മാറും. അപ്പോൾ ഹക്ക് സുക്കൂന് കൊടുക്കുമല്ലോ, അതിൻ്റെ മുന്നേ മദ് വന്നതുകൊണ്ട് മദ് ആര് സുക്കൂനായിട്ട് മാറും. അപ്പോൾ 2 4 6 കൊണ്ട് വരെ നീട്ടാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. വതിൽക ഹുദൂദുല്ലാഹി യുബയ്യിനുഹുമാ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ ഒന്ന് വട്ടത്തിൽ പിരിച്ചു കൊടുക്കുക. ലാം കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ക്യാഫിനെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ, അതിൻ്റെ സൗണ്ട് കൊടുക്കാതെ നോക്കണേ. 2 അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരിക. ദാലിൻ്റെ കൂടെയുള്ള വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് വമ്മയാണ് വന്നിട്ടുള്ളത്. വമ്മ വന്നാലും നമ്മൾ അവ്വ എന്നുള്ള ലാം അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹുദൂദുല്ലാഹി യുബയ്യിനുഹുമാ. ഇവിടെ ഹ എന്നുള്ള അക്ഷരത്തിന്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഹുദൂദുല്ലാഹി ഓതി പോവരുത്. ഹുദൂദുല്ലാഹി യുബയ്യിനുഹുമാ. അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇയാൾക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഹ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ലിഖൗമി യഅലമൂൻ. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഖാഫിൻ്റെ സൗണ്ടിനെ ഹെവി ആക്കി കൊടുക്കുക കേട്ടോ. ഖാ ലിഖൗമി യഅലമൂൻ. മീമിന് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഗുനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിൽ നമ്മൾ യായിലേക്ക് ലയിപ്പിച്ച് ഉണ്ണയോടുകൂടി ഒതുക്കി കൊടുക്കുക. ലിഖൗമിയ. നൂനിൻ്റെ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ യായിലേക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ. ലിഖൗമി യഅലമൂൻ. ഐൻ കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ അവസാനത്തിൽ മദ് ആല് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.